കോട്ടയത്ത് FSC മോണ്ടുള്ള പോപ്പുലറിന്റെ ട്രൂവാലിന്റെ ഷോറൂമിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ഒരു ഒരു പുതിയൊരു യൂട്യൂബ് വീഡിയോ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറേയധികം വണ്ടികൾ ഓണത്തിന്റെ ഭാഗമായിട്ട് എക്സ്ചേഞ്ച്, പുതിയ വണ്ടി എഗ്നീഷായിട്ട് എക്സ്ചേഞ്ച് നമുക്ക് വാഹനങ്ങൾ വന്ന് എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാ കസ്റ്റമേഴ്സിനും അഡ്വാൻസ് ഹാപ്പി ഓണം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോണ വാഹനം മാരുതിയുടെ ഏറ്റവും പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ബ്രസ LXi ആണ് നമുക്ക് വരുന്നത്. ഇത് 2021 മോഡൽ വണ്ടിയാണ്. പിന്നെ നമുക്ക് ഇതിനൊരു കിലോമീറ്റർ ഓടിക്കുന്ന ആൾക്കൂടെ 36,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ വണ്ടി കളർ നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം കളർ തന്നെയാണ് വന്നിരിക്കുന്നത്, ഗ്രേ കളർ. പിന്നെ ഈ കസ്റ്റമർ ആണെങ്കിലും വണ്ടി LXi വേരിയന്റാണെങ്കിലും കസ്റ്റമർ അഡീഷണൽ ആയിട്ട് നമുക്ക് ഡയമണ്ട് കട്ട് അലോയൊക്കെ വണ്ടിക്കകത്ത് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന് കേസ് ഒരു 45,000 50,000 വരുന്ന അലോയാണ് വണ്ടിക്കകത്ത് കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വണ്ടിക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, വണ്ടിയുടെ ഇന്ത്യയിൽ ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സീറ്റ് കവർ ആയിട്ടും 3D മാറ്റ് ആയിട്ടും സ്റ്റിയറിംഗ് കവർ അങ്ങനെയുള്ള ഒരു നമുക്ക് കസ്റ്റമറിന് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാവിധ ആക്സറീസും ഓൾഡ് കസ്റ്റമർ നമുക്ക് വണ്ടിക്കകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി ഇങ്ങനെ നോക്കിയാൽ കാണാൻ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വണ്ടി വരുന്നത്. പിന്നെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ്, ABS, കിയ തന്നെ സെൻട്രൽ ലോക്ക്, എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രൈസ് നമുക്ക് വരുന്നത് 7,48,000 രൂപയാണ് വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഓക്കെ, 2021 മോഡല് 1.2 ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ മുമ്പേ പരിചയപ്പെടുത്തിയ 1 ലിറ്റർ ആണ്. ഇത് 1.2 ഓട്ടോമാറ്റിക് ഇസറക്സൈ ആണ് ഇതിന്റെ വരുന്നത്. ഇതൊരു കോട്ടയം രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. ഓടിക്കുന്ന കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ 1.2 എഞ്ചിനാണ് ഓട്ടോമാറ്റിക്, അത് ലാഗൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല പവർ കിട്ടുന്ന വണ്ടി തന്നെയാണ് 1.2 ഓട്ടോമാറ്റിക് വരുന്നത്. കമ്പനിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6,10,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നമുക്ക് കുറച്ച് ഡീവിയേഷൻ ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ്. ഇപ്പൊ വണ്ടിയുടെ ഇന്ത്യയിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അഡീഷണൽ ആയിട്ട് ഫിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർമാറ്റ് ആയിട്ടും സീറ്റ് കവർ ആയിട്ടും സ്റ്റിയറിംഗ് കവർ ആയിട്ടും ഈ പവർ വിൻഡോസിലും സെൻട്രൽ പാനലിലും ഒക്കെ നമുക്ക് അഡീഷണൽ സ്കേർട്ട് തന്നെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് വണ്ടിക്ക് ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോണ വാഹനം മാരുതിയുടെ സെലേറിയോ ഓട്ടോമാറ്റിക് ആണ്. 2015 മോഡല് സെലേറിയോ ഓട്ടോമാറ്റിക് ആണ് ഈ വാഹനം വരുന്നത്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 65,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. VXi വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,70,75,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. പിന്നെ വണ്ടി തരുന്ന സമയത്ത് വണ്ടിയുടെ പെയിന്റിങ്, പോളിഷിങ് എല്ലാം തന്നെ ക്ലിയർ ആക്കി വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തരും. വേറെ കുഴപ്പങ്ങളൊന്നും നല്ലൊരു വണ്ടി തന്നെയാണ്. ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയ വിലയ്ക്ക് ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. '17 മോഡല് ഓട്ടോമാറ്റിക് സെലറിയാണ് വരുന്നത്. വേരിയന്റ് ഇസറക്സൈ ആണ് വരുന്നത്. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ കോട്ടയം രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ് ഈ വാഹനം വരുന്നത്. പിന്നെ വണ്ടിയുടെ ഇന്ത്യയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. കിലോമീറ്റർ ഓടിക്കുന്ന 69,000 കിലോമീറ്റർ. 17 മോഡൽ ഇസറക്സൈ സെലേറിയോ. പ്രൈസ് നമുക്ക് വരുന്നത് 4,50,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. ഓണത്തിന്റെ ഓഫർ കാണൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ് ഈ വാഹനം. 2018 മോഡൽ സ്വിഫ്റ്റ് ഇസറക്സൈ ആണ് വണ്ടി വരുന്നത്. ബ്ലൂ കളറാണ്. പിന്നെ ഒരുപാട് റോഡിൽ കാണുന്ന ഒരു കളർ തന്നെയാണ് ബ്ലൂ വരുന്നത്. ഇതിന്റെ കിലോമീറ്റർ ശരിക്കും അട്രാക്റ്റീവ് കിലോമീറ്റർ ആണ്. 30,000 കിലോമീറ്റർ സംതിങ് വണ്ടി ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. പിന്നെ ഈ വണ്ടിയുടെ നമ്പർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. വണ്ടി ഫാൻസി നമ്പർ തന്നെയാണ് വന്നിരിക്കുന്നത്. 7733 ആണ് നമ്പർ വന്നിരിക്കുന്നത്. പിന്നെ ഓവറോൾ നിങ്ങൾ നോക്കുക, വണ്ടിക്ക് സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. വണ്ടി ഓവറോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നമുക്ക് അഡീഷണൽ കാര്യങ്ങളൊന്നും തന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ശരിക്കും ആൾക്കാർ എൻക്വയറി നടത്തുന്ന ഒരു വണ്ടി തന്നെയാണ് സ്വിഫ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വാറന്റി വരുന്ന ഒരു വാഹനം തന്നെയാണ് ഈ വാഹനവും. പിന്നെ നമുക്ക് ഇതിനകത്ത് കമ്പനിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5,70,000 രൂപയാണ്. അത് നമുക്ക് ഒരു നെഗോസിയേഷൻ വരുന്ന പ്രൈസ് തന്നെയാണ്. പിന്നെ ഇന്ത്യയിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം, നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഇന്ത്യയിൽ വരുന്നത്. '22 മോഡല് 1.2 വാഗണറാണ്. ഇസറക്സൈ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. കിലോമീറ്റർ 32,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. 1.2 വാഹനം വെച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന വാഹനം തന്നെയാണ് വാഗണർ 1.2 എഞ്ചിൻ വരുന്നത്. അത്യാവശ്യം നല്ല പവറും മൈലേജ് എല്ലാം തരുന്ന ഒരു വാഹനം തന്നെയാണ് 1.2 വാഗണർ വരുന്നത്. പിന്നെ ഫീച്ചേഴ്സ് ഇതിനകത്ത് AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, റിയർ വൈപ്പർ, D4 അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ വണ്ടി നിങ്ങൾ ഇന്ത്യയിലൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ കാണാൻ സാധിക്കും, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ നമുക്കിത് 1 ഇയർ വാറന്റിയും 3 ഫ്രീ സർവീസും വരുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ വാഹനം. പിന്നെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്ത് അലോയ് എല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റൈലിഷ് ലുക്കുള്ള അലോയ് തന്നെ വണ്ടിക്കകത്ത്. പിന്നെ പ്രൈസ് കമ്പനി ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 5,90,000 രൂപയാണ്. അതേ നമുക്ക് പ്രൈസ് നെഗോസിയേഷൻ ചെയ്യാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ വാഹനം.
2024 മോഡല്, ഏറ്റവും ബ്രാൻഡ് ന്യൂ, 1 വർഷം പോലും പഴക്കമില്ലാത്ത വാഹനമാണ് ഇത് വരുന്നത്. 1 ലിറ്റർ ഓട്ടോമാറ്റിക് VXI ആണ് വാഹനം വരുന്നത്, വാഗണർ. പിന്നെ നമുക്ക് ഇതിനകത്ത് കിലോമീറ്റർ ആണല്ലോ ഓടിയിരിക്കുന്നത്. ആകെക്കൂടി ഓടിക്കുന്ന കിലോമീറ്റർ 15,000 കിലോമീറ്ററേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ ഒരു പുതുമ നഷ്ടപ്പെടാത്ത ഒരു വാഹനം തന്നെയാണിത്. നമുക്ക് ഇന്ത്യയിൽ പരിശോധിച്ചാലും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് വണ്ടി. പിന്നെ കസ്റ്റമർ ആണെങ്കിലും എല്ലാ തന്നെ ആക്സറീസ് വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇന്ത്യയിൽ നോക്കിയാലും അറിയാം, അത് എക്സ്റ്റീരിയൽ നോക്കിയാലും അറിയാൻ സാധിക്കുന്നതാണ്. ഹാൻഡ് റെസ്റ്റ് ഉൾപ്പെടെ എല്ലാ കാര്യം തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. നമ്മുടെ കമ്പനിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6,20,000 രൂപ നമ്മൾ ആസ്കിംഗ് പ്രൈസ് ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഒരു ചെറിയ ഡീവിയേഷൻ നമുക്ക് എടുക്കാവുന്ന ഒരു വാഹനം തന്നെയാണിത്. പിന്നെ കളർ നല്ലൊരു ഗ്രേ കളർ, എല്ലാവർക്കും അറിയാവുന്നതാണ്, നല്ലൊരു കളർ തന്നെയാണ്. കാണാൻ കുറച്ച് ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് ഗ്രേ കളർ വരുന്നത്. 2021 മോഡല് റെനോൾട്ടിന്റെ ട്രൈബർ ആണ് വണ്ടി വരുന്നത്. 7 സീറ്റ് വണ്ടിയാണ് വാഹനം. 21 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കമ്പനിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5,40,000 രൂപയാണ്. പിന്നെ ഒരു കുറച്ച് 7 സീറ്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് വരുന്ന ഒരു ചെറിയ വാഹനം തന്നെയാണ് റെനോൾട്ടിന്റെ ട്രൈബർ വരുന്നത്. നമുക്ക് ഫീച്ചേഴ്സ് നോക്കിയാലും വളരെയധികം ഫീച്ചേഴ്സ് ഉള്ള വണ്ടി തന്നെയാണ്. നമുക്കിപ്പോൾ സൺറൈസ് റേസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വണ്ടിക്കകത്ത് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന് ഒരു 90% ലോൺ ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാരുതി ബ്രാൻഡ് അല്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഈ വണ്ടിക്കകത്ത് എഞ്ചിനും ഗിയർ ബോക്സും നമുക്ക് 1 വർഷം വാറണ്ടി നമ്മൾ കസ്റ്റമർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് ധൈര്യമായിട്ട് ഈ വാഹനം വാറണ്ടി ഒരു വാഹനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഒരു കോൺഫിഡൻറ്റോട് നമുക്ക് ധൈര്യമായിട്ട് വണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓതറൈസ്ഡ് ഡീലറിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ വാറണ്ടിയിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരിക. പിന്നെ നമുക്ക് ഇതിനൊക്കെ ഓണത്തിന്റെ സ്പെഷ്യൽ പ്രൈസ് ഒക്കെ നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വാഹനം തന്നെയാണ് ഈ വാഹനം. 2020 മോഡല് സെലറി ആണ് വരുന്നത്. ഇസറക്സൈ ആണ് വേരിയന്റ് വരുന്നത്. ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ കിലോമീറ്റർ തന്നെയാണ്. 23,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് ഇസറക്സൈ വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. പിന്നെ വണ്ടി മാരുതിയുടെ വാറണ്ടി 3 ഫ്രീ സർവീസിംഗ് കവറുന്ന വാഹനം തന്നെയാണ്. പിന്നെ ഇന്ത്യയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കും, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വണ്ടി വരുന്നത്. ഇസറക്സൈ ആയതുകൊണ്ട് നമ്മൾ അഡീഷണൽ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. വാഹനം കുറഞ്ഞ കിലോമീറ്റർ ഓടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഇന്ത്യയിൽ നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. ആ ഒരു പ്യൂരിറ്റി വണ്ടിക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. കമ്പനിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4,85,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നമുക്ക് കുറച്ചൊക്കെ പ്രൈസ് നമുക്ക് കുറയ്ക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് ഈ വാഹനം. നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോണ വാഹനം നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ ഇറങ്ങിയ കേട്ടനാണ് മാരുതിയുടെ. ഇത് നമുക്ക് 2023 വണ്ടിയാണ്. LXI വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. വണ്ടി ഓടിക്കുന്ന കിലോമീറ്റർ 27,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ ഇതൊരു ഗ്രേ കളർ, ഏറ്റവും കൂടുതൽ റോഡിൽ നമുക്ക് കാണുന്ന ഒരു കളർ തന്നെയാണ് ഗ്രേ കളർ വരുന്നത്. 2023 വണ്ടിക്ക് നമുക്ക് കമ്പനിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 3,98,000 രൂപയുള്ളൂ നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. പിന്നെ ഈ വണ്ടിയിൽ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. അതുപോലെ തന്നെ കസ്റ്റമർ ആണെങ്കിലും പൈനന്റെ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോയും പിന്നെ വണ്ടിക്കകത്ത് ഫ്ലോർ മാറ്റും, വണ്ടിയുടെ എക്സ്റ്റീരിയൽ നോക്കിയാൽ തന്നെ നമുക്ക് ഡോർ വൈസറും വീൽ ക്യാപ്സും അങ്ങനെ പിന്നെ പവർ വിൻഡോസും ഇതെല്ലാം തന്നെ വണ്ടിക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തൊരു ഇൻവെസ്റ്റ്മെന്റ് അഡീഷണൽ വേണ്ടി വരുന്നില്ല. പിന്നെ നമ്മൾ വണ്ടി തരുമ്പോഴത്തേക്ക് എല്ലാ വർക്കുകളും ഫിനിഷാക്കി തരുന്നതുകൊണ്ട് തന്നെ വണ്ടി കുറച്ചുകൂടെ സ്റ്റൈലിഷ് ലുക്ക് ആകുകയും ചെയ്യും. പിന്നെ ഇത് 2022 മോഡൽ എക്സ്പ്രസ് ആണ്. ഗ്രേ കളറാണ് വരുന്നത്. ഓടിക്കുന്ന കിലോമീറ്റർ 35,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. ഇത് പിന്നെ VXI പ്ലസ് എന്നുള്ള വേരിയന്റ് ആണ്. കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ വണ്ടിക്കകത്ത് തരുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രൈസ്, കമ്പനിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4,60,000 രൂപ നമുക്ക് ആസ്കിംഗ് പ്രൈസ് ഉള്ളൂ. പ്രൈസ് നമുക്ക് ഒരുപാട് കുറച്ച് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇന്ത്യയിലേക്ക് ഒന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിലാണ് നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. എക്സ്ട്രാ ഫിറ്റ്മെന്റ് ഒക്കെ വണ്ടിക്കകത്ത് തന്നെ സീറ്റ് കവർ, സ്റ്റിയറിംഗ് കവർ എന്നുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ കമ്പനി ഇൻബിൽറ്റ് തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഫീച്ചേഴ്സ് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ABS, ഡ്യുവൽ എയർ ബാഗ്, ABS ഇതെല്ലാം വണ്ടിക്കകത്ത് വരുന്നത്. പിന്നെ കീയെ തന്നെ ഇൻബിൽറ്റ് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. പിന്നെ തന്നെ വണ്ടിക്കകത്ത് കമ്പനി കൊടുക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ പ്രൈസ് നമുക്ക് ഉറപ്പായും ഡീവിയേഷൻ എടുക്കാൻ പറ്റുന്നതാണ്. ഓണത്തിന് ഡിസ്കൗണ്ട് നമുക്ക് ഈ വണ്ടിക്കാൻ നല്ലത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആകർഷകമായ ഒരു ഗിഫ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പം ഇതെല്ലാം ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ എല്ലാ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. നമ്മുടെ നെക്സ്റ്റ് വാഹനം എന്ന് പറയുന്നത് 2022 മോഡൽ എക്സ്പ്രസോ VXI ആണ് വരുന്നത്. വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വണ്ടി 16,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ നോക്കുവാണെങ്കിൽ തന്നെ അറിയാം, നല്ലൊരു സ്റ്റൈലിഷ് കളർ തന്നെയാണ്. എക്സ്പ്രസോയിൽ നമുക്ക് റോഡിൽ അധികം കാണാവുന്ന ഒരു കളർ തന്നെയാണ്. ബ്ലൂവും റെഡും ഒക്കെ, അതിൽ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് 1 വർഷത്തെ 22 മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിക്കകത്ത് 1 വർഷത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസും തരുന്ന മാനുവൽ വണ്ടി തന്നെയാണ് ഈ വരുന്നത്. പിന്നെ നമുക്ക് ഇന്ത്യയിലൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇതിനകത്ത് സീറ്റ് കവറായിട്ടും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. അത് സീറ്റ് കവറും കാര്യങ്ങളെല്ലാം, സീറ്റ് കവർ, സ്റ്റിയറിംഗ് കവർ, പിന്നെ ഫ്ലോർ മാറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ വണ്ടിക്കകത്ത് കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്.
ഡോർ ബീഡിങ്ങും ഡോർ വൈസറും അതും ഇതെല്ലാം തന്നെ നമുക്ക് സ്പോയിലറും എല്ലാ കാര്യങ്ങളും തന്നെ കസ്റ്റമർ ചെയ്തിരിക്കുന്നത് നമുക്കൊരു എക്സ്ട്രാ ഒരു ഫിറ്റ്മെന്റിന്റെ ഒരു ആവശ്യകത വരുന്നില്ല. നമുക്ക് അതിനുവേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് വണ്ടിക്ക് അത് വരുന്നില്ല. പിന്നെ പ്രൈസാണ് നമ്മുടെ കമ്പനി ഇട്ടിരിക്കുന്ന കമ്പനി നമുക്ക് തന്നിരിക്കും. ഇവിടെ ലിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് തന്നെ 4,50,000 രൂപ ഇട്ടിട്ടുള്ളൂ. അതിന്റെ ഉറപ്പായിട്ട് നമുക്ക് ഡിസ്കൗണ്ട് എടുക്കാവുന്ന വാഹനം തന്നെയാണ്. പിന്നെ ഇതിപ്പോ ഒരു ചെറിയ ഫാമിലി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് എക്സ്പ്രസോ. നോക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരുപാട് വണ്ടികൾ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഒരു പ്രത്യേക ചെറിയ വണ്ടിയാണെങ്കിലും നമുക്ക് ഹൈറ്റിൽ ഇരുന്ന് നമുക്ക് റോഡ് വ്യൂ നല്ലതായിട്ട് കണ്ട് ഓടിക്കാൻ പറ്റുന്ന വാഹനമാണ് ഇത് വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കൂടുതലാണ്. സാധാരണ ചെറിയ വാഹനങ്ങൾക്കൊക്കെ വരുന്നത് ഒരു 13 ഇഞ്ച് ടയറൊക്കെ ആയിരിക്കും വരുന്നത്, ടയറിന്റെ വിഡ് സൈസ് പറയുമ്പോഴത്തേക്ക്. പക്ഷേ ഈ വണ്ടിക്കകത്ത് കമ്പനി കൊടുത്തിരിക്കുന്ന 14 ആണ്, 14 സൈസാണ് ടയർ വരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഹൈറ്റ് വരുന്നുണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ വരുന്നുണ്ട്, മൈലേജ് ഒക്കെ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടി തന്നെയാണ് ഇത്. പിന്നെ വാറണ്ടി സർവീസ് എല്ലാം വരുന്ന വാഹനം തന്നെയാണ് ഇത്. 1 ഇയർ വാറണ്ടി വരുന്ന ഒരു വാഹനം തന്നെയാണ് എക്സ്പ്രസോ വരുന്നത്.